തൃക്കൂർ മഹാദേവ ക്ഷേത്രം അല്ലെങ്കിൽ ഗുഹാക്ഷേത്രം കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ തൃക്കൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പാറയിൽ കൊത്തിയെടുത്ത ഗുഹാക്ഷേത്രമാണ് തൃക്കൂർ മഹാദേവ ക്ഷേത്രം. 7-ാം നൂറ്റാണ്ടിലോ 8-ാം നൂറ്റാണ്ടിലോ നിർമ്മിച്ചതാണ് ഇതെന്ന് കരുതപ്പെടുന്നു. 1966 മുതൽ കേരള സർക്കാരിൻ്റെ പുരാവസ്തു വകുപ്പിന് കീഴിലുള്ള ഒരു സംരക്ഷിത സ്മാരകമാണിത്. ക്ഷേത്ര സംരക്ഷണ സമിതി നിയന്ത്രിക്കുന്ന പാലിയം ട്രസ്റ്റിൻ്റെ ഉടമസ്ഥതയിലാണ് ഇപ്പോൾ ക്ഷേത്രവും പരിസരവും. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ ക്ഷേത്രത്തിലെ പ്രധാന ദേവൻ ശിവൻ അല്ലെങ്കിൽ മഹാദേവനാണ്. ഇവിടുത്തെ വലിയ ശിവലിംഗം അഗ്നിദേവൻ പ്രതിഷ്ഠിച്ചതാണെന്ന് പറയപ്പെടുന്നു. അഗ്നിഭഗവാൻ എപ്പോഴും ശിവനെ ആരാധിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ വിശ്വാസം കാരണം മഴക്കാലത്ത് വിഗ്രഹം പുറത്തേക്ക് കൊണ്ടുപോകാറില്ല. കലിയുഗത്തിൽ മോക്ഷം പ്രാപിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം ശിവനെ ആരാധിക്കുക എന്നതാണ്. ജാതി, മതം, വിദ്യാഭ്യാസം, സമ്പത്ത്, കർമ്മം എന്നിവയൊന്നും ശിവാരാധനയുടെ മാനദണ്ഡങ്ങളല്ലെന്ന് നാരദ ഭക്തിസൂത്രം പറയുന്നു. വിനാശത്തിൻ്റെ അമരക്കാരനായ ശിവൻ പ്രപഞ്ചത്തിലുടനീളമുള്ള നിരവധി ആരാധനാലയങ്ങളിലൂടെ ഭക്തരിൽ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നു. അവയിൽ ഏറ്റവും പുരാതനവും ശുഭകരവുമായ ഒന്നാണ് തൃക്കൂർ മഹാദേവ ഗുഹാക്ഷേത്രം. ഇന്ത്യയിലെ 108 ഗുഹാക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. മുപ്പത് അടി നീളവും 12 അടി വീതിയുമുള്ള ഒരു പ്രകൃതിദത്ത ഗുഹയ്ക്കുള്ളിലാണ് കുന്നിൻ മുകളിലായി ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഗുഹയുടെ തെക്കേ അറ്റത്താണ് കൂറ്റൻ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത്. ഇതിന് തൊട്ടുമുകളിലായി വേനൽക്കാലത്തെ ഏറ്റവും ചൂടേറിയ ദിവസങ്ങളിൽ പോലും ഒരിക്കലും പറ്റാത്ത ഒരു ജലാശയമുണ്ട്. ശിവലിംഗം കിഴക്കോട്ട് ദർശനമാണെങ്കിലും ഗർഭഗൃഹത്തിൻ്റെ വാതിൽ വടക്കോട്ട് ദർശനമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മധ്യഭാഗത്തുള്ള ലിംഗം ചതുരാകൃതിയിലുള്ള ഒരു പീഠത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു. 12 അടി നീളവും 8 അടി വീതിയുമുള്ള ഗുഹയ്ക്കുള്ളിലാണ് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത്. ശ്രീകോവിലിന് മുന്നിൽ പൂർണ്ണമായും പാറയിൽ മനോഹരമായ കലാവൈഭവത്തോടെ കൊത്തിയെടുത്ത ഒരു മുഖമണ്ഡപമുണ്ട്. ദേവൻ കിഴക്കോട്ട് ദർശനമായിരിക്കുന്നതിനാൽ ദർശന സമയത്ത് ഭക്തർക്ക് ലിംഗത്തിൻ്റെ ഇടതുവശം മാത്രമേ കാണാൻ കഴിയൂ. പാർശ്വ ദർശനം. ജ്ഞാനത്തിൻ്റെ മൂർത്തിമത് ഭാവമായ ശ്രീപാർവതി ദേവിയും അവിടെ കുടികൊള്ളുന്നു. ഗുഹയുടെ ചുമരിൽ ശ്രീകോവിലിൻ്റെ പടിഞ്ഞാറ് വശത്ത് കൊത്തിയെടുത്ത ഗണപതി ഭഗവാന്റെ വിഗ്രഹം നമുക്ക് കാണാൻ കഴിയും. പാറക്കെട്ടുകൾ നിറഞ്ഞ മണ്ണും പാറയിൽ നിർമ്മിച്ച 16 തൂണുകൾ കൊണ്ട് നിർമ്മിച്ച നമസ്കാര മണ്ഡപവും മനോഹരമായ നിരവധി ശില്പങ്ങൾ പ്രദാനം ചെയ്യുന്നു. ക്ഷേത്രത്തിൻ്റെ വടക്കുഭാഗത്തായി നവരാത്രിക്കാലത്തും നിരവധി മറ്റു പരിപാടികളിലും യഥാക്രമം സരസ്വതി പൂജയും ചാക്യാർ കൂത്തും നടക്കുന്ന ഒരു ഹാളും ഇവിടെയുണ്ട്. ഇനി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്താണെന്ന് നോക്കാം. ക്ഷേത്രത്തിൽ ഇപ്പോൾ ദിവസവും 3 പൂജകളും നിവേദ്യവും നടക്കുന്നു. ക്ഷേത്രം രാവിലെ 5 മണിക്ക് തുറന്നാൽ അഭിഷേകം, മലർ നിവേദ്യം എന്നിവ നടത്തിയ ശേഷം വിഗ്രഹം അലങ്കരിക്കും. രാവിലെ 6:45 ഉഷനിവേദ്യവും 7:15 ഉഷപൂജയും നടത്തും. രാവിലെ 9:30 ഉച്ചപൂജ ആരംഭിക്കും. വെള്ളം, പാൽ, വെളിച്ചെണ്ണ, ഇളനീർ എന്നിവ ഉപയോഗിച്ചുള്ള ധാരകളും അഭിഷേകങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. രാവിലെ 11 മണിയോടെ ക്ഷേത്രം അടയ്ക്കും. വൈകുന്നേരം 5 മണിക്ക് വീണ്ടും തുറന്ന് സൂര്യാസ്തമയത്തിനു ശേഷം ശ്രീകോവിലിൻ്റെ വാതിൽ അടയ്ക്കാതെ തന്നെ ദീപാരാധന നടത്തുന്നു. അത്താഴപൂജ വൈകുന്നേരം 7:15 7:45 ഇടയിൽ നടക്കും. തുടർന്ന് ക്ഷേത്രം വീണ്ടും അടയ്ക്കും.
ക്ഷേത്രത്തിൽ ദിവസവും ഗണപതി ഹോമവും ഭഗവത് സേവയും നടക്കുന്നു. ഉത്സവങ്ങളും വിശേഷ ദിവസങ്ങളും. മലയാള മാസമായ മകരത്തിലാണ് 8 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുവുത്സവം ആഘോഷിക്കുന്നത്. ഉത്സവബലി എന്ന വഴിപാടാണ് ഉത്സവത്തിൻ്റെ പ്രധാന ആചാരം. ഭക്തർ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് ബുക്ക് ചെയ്തു വരുന്നു. ഉത്സവകാലത്ത് മറ്റ് പ്രത്യേക പൂജകളും തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ താന്ത്രിക ചടങ്ങുകളും നടക്കും. ഉത്സവത്തിൻ്റെ അവസാന 3 ദിവസങ്ങളിൽ പരമ്പരാഗത കലാരൂപങ്ങളും സാംസ്കാരിക പരിപാടികളും അവതരിപ്പിക്കപ്പെടുന്നു. ഇത് ഉത്സവ ആഘോഷങ്ങളെ അവിസ്മരണീയമാക്കുന്നു. മണലി നദിയിലാണ് ആറാട്ട് നടത്തുന്നത്. പള്ളിവേട്ട, ആറാട്ട് എന്നീ ദിവസങ്ങളിൽ പഞ്ചവാദ്യം പതിവുണ്ട്. കേരളത്തിലെ മറ്റ് ക്ഷേത്രോത്സവങ്ങളെപ്പോലെ ചെണ്ടമേളവും ഇവിടുത്തെയും പ്രധാന ആകർഷണങ്ങളിലൊന്നാണ്. പഞ്ചഗവ്യ അഭിഷേകം, മഹാശിവരാത്രി, പ്രദോഷം, ഇല്ലംനിറ, തിരുവാതിര എന്നിവയാണ് ക്ഷേത്രത്തിലെ മറ്റ് പ്രധാന ഉത്സവങ്ങളും പരിപാടികളും. എന്തുകൊണ്ടും തീർച്ചയായും ദർശിച്ചിരിക്കേണ്ട ഒരു പുണ്യ ക്ഷേത്രമാണ് തൃക്കൂർ ശ്രീ മഹാദേവ ക്ഷേത്രം എന്നതിൽ ഒരു സംശയവും വേണ്ട. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുവാനും മറക്കണ്ട. മറ്റൊരു നല്ല വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കും.